വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിനെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് നിയുക്ത മന്ത്രി ഒ ആർ കേളു. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുമെന്നും പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഒ ആർ കേളു റിപ്പോർട്ടറിനോട് പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട്. വയനാട്ടിലെ ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞ നിയുക്ത മന്ത്രി ഒ ആർ കേളു വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിനെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്നും കാര്യക്ഷമമായി ഇടപെടുമെന്നും പ്രതികരിച്ചു. ഈ 72-ലെ വന്യമൃഗ സംരക്ഷണ നിയമം അത്തരം കാര്യങ്ങളിൽ നമുക്ക് കാലാനുസൃതമായി ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിയമം ഭേദഗതി ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ത്വരിതപ്പെടുത്താനും ഒരു ഇടപെടലും നടത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട്. ദേവസ്വം വകുപ്പ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ഒ ആർ കേളുവിന്റെ മറുപടി ഇങ്ങനെ: ആദ്യമായിട്ട് മന്ത്രി വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു അനുഭവ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ നല്ല ഒരു അനുഭവമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെയാണ് കേരളത്തിലിപ്പോൾ ദേവസ്വമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതും ഒരു അനുഭവ സമ്പത്തുള്ള തന്നെ ആയിട്ടുള്ള ഒരു മന്ത്രി തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് ഉള്ളൊരു കാഴ്ചപ്പാട്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഒ ആർ കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിയില്ലാത്ത ജില്ലയിൽ നിന്നുള്ള ഭരണപക്ഷത്തെ ഏക MLA ആയ കേളുവേട്ടൻ മന്ത്രിയാകുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വയനാട്ടുകാർ. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.